ഇതിന്റെ സ്റ്റണ്ട് മാഷിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ ചോദിക്കുകയാണ്, മമ്മൂക്ക വീണ് കിടന്നു നമ്മൾ ഇതിൽ കാണില്ലോ, വീണ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡൂപ്പിട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക അത് വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന്. 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല. അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മള് തന്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്തേക്കാണ്, അപ്പൊ ഫൈറ്റ് ചെയ്തിരിക്കാം. നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കുക. അതാണ് സത്യം. ജോൺ ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതുവരെ അവസരം കിട്ടും. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കയുടെ അടുത്ത് വിളിച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ലായിരിക്കും. ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്, അതാണ് എന്റെ വിശ്വാസം. ഈ ജോണിച്ചാലിന്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ല തോന്നുന്നു. എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കിവിടെ വരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടകയ്ക്ക് എല്ലാവരും വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദു ചേച്ചിനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്നെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ ചേച്ചി ഒരുപാട്, അതെ ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കില് വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബിന്ദു ചേച്ചി ഇപ്പൊ സായിച്ചേട്ട പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ ഇങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയിൽ? തീർച്ചയായിട്ടും. അത് ടെർബോ മാത്രമല്ല, അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. അത്ര ഇത് ശരിയാക്കണേ. ഇപ്പം നമുക്കറിയാം മാസ് സിനിമകൾ അപ്ഗ്രേഡാ. ഇപ്പൊ ടെർബോ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. അതില് നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. എങ്ങനെ ടെർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? ഹെയർ കട്ടാണ് ഉദ്ദേശിച്ചത്. ആരും പറയില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടതെന്ന് പേര് ചെയ്താ. അതിനുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുന്ന മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പണന്ന് നോക്കിയതാണ്. അപ്പം തിരക്കേട്ടില്ലാന്ന് ഒരു പറഞ്ഞു, അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടി ഉണ്ടാകും ഇല്ലേ. പൂർവ്വം ചെയ്തിട്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിഞ്ഞ് പിന്നെ വളരെ കുറേ സമയം എടുക്കുമല്ലേ. അപ്പം അതിന് മുമ്പ് പടം തുടങ്ങണം. അപ്പോൾ പിന്നെ ആ മുടി വെച്ചങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഡയറ്റ് അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ.
ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡ് എവിടെയെങ്കിലും വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പൊ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ട്രിപ്പിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. കുറേ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക, കുട്ടിച്ചോൻ ചവിട്ടിയത്. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലത്തെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റിൽ എന്ത് ചെയ്യില്ല നമുക്ക്. കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എടുക്കുമല്ലേ. അതൊരു സാഹസികതയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റില്ലെന്ന് മാത്രമേ. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല അങ്ങനത്തെ പടങ്ങള് ചോദിച്ചാൽ എന്നാലും എല്ലാം നടക്കൽ പോലെ. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടികൾ, വലിയ പണി നടക്കും. പോട്ടെ. ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്ലസ് മീറ്റിലിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത് ചേട്ടാ? ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും.